ഹലോ ഓൾ, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ജിഗ്ജാഗ് ആർക്കിടെക്ട്സിൻ്റെ പുതിയൊരു ഓക്സൈഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ കാണുമ്പോൾ ഫ്ലോറിൽ മാത്രമാണ് ഓക്സൈഡ് ചെയ്യാറ്. ഈ വീട്ടിൽ ഫ്ലോറ്, വോൾ, അതുപോലെ തന്നെ സീലിങ്ങിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കേവ് ആയിട്ടുള്ള ടൈപ്പും കുറച്ച് സീംലെസ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ടൈല് വരുമ്പോൾ ബ്രേക്കിങ്സ് വരും, അതില്ലാണ്ട് ഇരിക്കാനാണ് നമ്മൾ ഓക്സൈഡിലുള്ള ഡിസൈൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ബാത്റൂം ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് തേച്ച് കഴിഞ്ഞു. അത് തേച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ പൂഴിച്ചാന്ത് എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അത് തേച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ചാന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കളറ് കൂടുതൽ ചേർക്കേണ്ടത് ഡാർക്ക് കളറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുക. ലൈറ്റ് കളറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിയും തോറും അത് കളറ് മങ്ങി പോകും. പിന്നെ നമ്മളത് പോളിഷ് ചെയ്ത് ഒന്നുകൂടി കളർ കൂട്ടിയെടുക്കാമെന്ന് മാത്രം. ലാസ്റ്റ് ചെയ്യുക ഡാർക്ക് കളറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. റെഡ്, അതുപോലെ യെല്ലോ തന്നെ നല്ല ഡാർക്ക് യെല്ലോ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം അത് കളർ മങ്ങി പോകുന്നത്. നമ്മൾ കൂടുതൽ വൈറ്റ് ചേർക്കണ കാരണം ലൈറ്റ് കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ കൂടുതൽ വൈറ്റ് നമ്മൾ ചേർക്കുക. അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞാൽ അത് മങ്ങി പോകും. പണ്ടത്തെ ഓക്സൈഡും ഇപ്പോഴത്തെ ഓക്സൈഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റെഡ് എടുക്കുകയാണെങ്കിലും യെല്ലോ എടുക്കുകയാണെങ്കിലും അതിൽ പല പൊടികളും മിക്സ് ചേർന്നിട്ട് അതിൽ റെഡ് കളർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ യെല്ലോ നമ്മളിപ്പോൾ പൊടി എടുക്കുകയാണെങ്കിൽ അതിൽ റെഡ് മിക്സിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടില്ല. നമ്മളത് മിനുക്കുമ്പോൾ ആ റെഡ് കയറി വരും. പിന്നെ ഈ പണ്ടത്തെ പൊടിക്ക് എന്ന് പറയുമ്പോൾ നല്ലോണം പൗഡർ പോലെയാവും. ഇപ്പോഴത്തെ കുറേ വെയിറ്റ് കൂടിയിട്ടുള്ള പൊടികളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ മാറ്റങ്ങളുണ്ട്. നമ്മളിപ്പോൾ കളറ് നമ്മൾ പാർട്ടിക്കാർ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതലും വൈറ്റ് സിമെൻറ്റിൽ മായാസും കൂടി ചേർന്നിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് കളറ് എത്ര വേണ്ടിച്ചാൽ അത് വേറൊരു അളവ് വെച്ചിട്ട് അത് മിക്സ് ചെയ്യും. അത് ചെമ്പരുമല അല്ലെങ്കിൽ നിലത്ത ഫ്ലോറിൽ എവിടെ വെച്ചാൽ അത് അപ്ലൈ ചെയ്യുക. അതാണ് പതിവ്. പിന്നെ അതൊന്നുകൂടി ഗ്ലേസിങ് തന്നെ നമുക്ക് കുറച്ച് ഗ്ലേസിങ് പൗഡർ ചേർക്കുക. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം നന്നായിട്ട് നനയ്ക്കണം. ഉണക്കായി കഴിഞ്ഞാൽ നമ്മളത് ഗ്ലേസിങ് അപ്ലൈ ചെയ്യും. എന്നിട്ട് നന്നായിട്ട് തുരച്ച് ചകിരി കൊണ്ട് അല്ലെങ്കിൽ അതിന് തന്നെ മിഷ്യനുണ്ട്. ആ മിഷ്യൻ കൊണ്ട് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഗ്ലേസിങ് ആയിട്ട് നല്ല മിനുസായിട്ട് കിട്ടും. ലാസ്റ്റ് അത് നമ്മൾ കിഴി കുത്തുന്ന പരിപാടി ഉണ്ട്. നമ്മളിപ്പോൾ ഏത് കളറാണ് വെച്ചെങ്കിൽ ആ കളറ് കുറച്ച് ഓക്സൈഡ് കൂടുതൽ മിക്സ് ചെയ്ത് അത് പൊടിയാക്കി അത് ഒരു തുണിയിൽ കിഴി കുത്തി അത് നമ്മളിപ്പോൾ എവിടെയാണ് ചാന്ത് അപ്ലൈ ചെയ്ത് വെച്ചാൽ അവിടെ ഈ ഉണക്ക പരുവായി കഴിഞ്ഞാൽ നമ്മളത് കുത്തും. അത് കുത്തിയിട്ട് ഒന്നുകൂടി അത് മിനുക്കണം. അപ്പോൾ ഒന്നുകൂടി അത് നമ്മൾ ഗ്ലേസിങ് കൂടുള്ളൂ. കൊല്ലങ്ങളോളം നിൽക്കും. എങ്ങനെ നോക്കണം അതേപോലെ ഇരിക്കും കാര്യങ്ങൾ. നല്ല തുടച്ച് ക്ലീനായിട്ട് കൊണ്ട് നടന്നാലേ ഈ ചാന്ത് വെച്ചതിന് ഉപയോഗമുള്ളൂ. പെട്ടെന്ന് കറ പിടിക്കും ചെയ്യുന്നു. അത് എപ്പോഴും തുടച്ച് ക്ലീൻ ആക്കണം. തുടയ്ക്കും തോറും ഇത് മിനുസും കൂടി വരും. നല്ല ചൂടുള്ള സ്ഥലത്താണ് നമ്മൾ ഇത് ഈ പുറത്തെ ചെമ്മരുകൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ല ചൂടൊക്കെ തട്ടുന്ന സ്ഥലത്ത് അധികം നാൾ നിൽക്കില്ല, ലാസ്റ്റ് ചെയ്യില്ല. അത് ഈ വീട്ടിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഓക്സൈഡ് ചെയ്ത്, അത് എന്തിനാണ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള സാധനം നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ബാത്റൂം ഇവിടെ ഈ വാൾസ് ഒക്കെ ഓക്സൈഡാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇപ്പോൾ പോളിഷിൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു ഫിനിഷിങ് സ്റ്റേജിൽ നിൽക്കണം. പോളിഷിൻ്റെ ഒരു 2 ലെയർ കോട്ടിങ് കൂടി ഇനി വരാനുണ്ട്. ഈ ഒരു സീറ്റിംഗ് സ്പേസിലും ഓക്സൈഡ് വരും. അതുപോലെ തന്നെ ഇതിലിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഓക്സൈഡ്. സീലിങ്ങിൽ നമ്മളിപ്പോൾ ഓക്സൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പും ഈ ബാത്റൂം ടോപ്പും വോളൊക്കെ ഓക്സൈഡാണ് വരുന്നത്. ഇന്ന് ചെയ്തിട്ടുള്ള കറന്റ് വെറ്റേരിയ ഭാഗത്ത് ഫുള്ള് ടൈലാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലാണ്ടിരിക്കാൻ ഇവിടെ ഫുള്ള് ടൈല് ചെയ്തു. ഈ കേവ് ഒക്കെ നമ്മൾ കിട്ടാനായിട്ട് ഇത് പൂൾ ടൈല് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ കിച്ചന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഇതൊരു ഇങ്ങനെ കേവ് ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഓക്സൈഡ് ചെയ്ത് ക്യൂറിങ് കഴിഞ്ഞ് ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഇൻബിൽട്ട് ആയിട്ട് ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു കേവ് ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീട്ടിൽ ഓക്സൈഡ് ചെയ്തിട്ടുള്ള സ്പേസസ് ഒക്കെ. അപ്പോൾ ഇനി കുറച്ചുകൂടി കംപ്ലീഷൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓക്സൈഡിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇതുപോലത്തെ ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.